ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കപ്പ കൊണ്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പയുടെ തലയൊക്കെ കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ കപ്പ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിക്ക് ഇതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ സെക്കൻഡ് ജാറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് പൊടിയും വെള്ളവും വേറെ ആയിട്ട് വേർതിരിച്ചെടുക്കാം. ഇനി ഇതില്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊടി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്താൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടായ ശേഷം അതിലോട്ട് 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലോട്ട് 1 സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം ഒരു 4 അല്ലി ചെറിയ ഉള്ളിപ്പോണ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 3ഓ 4ഓ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മൂപ്പായിട്ടൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് സവാള നല്ലോണം വഴഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കപ്പ പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കപ്പപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 15 മിനിറ്റ് നന്നായിട്ട് ചെറു തീയിൽ തന്നെ ഇത് വേവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മുടെ കപ്പ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഉപ്മാവാണ്. നമ്മൾ കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കണൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മീൻ കറിയും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം കമൻറ്റും കൂടി ചെയ്തോളൂ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.